ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈൻ ഹന്ന. ഇന്ന് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് ഉണ്ടായ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. എന്നെ പോലെ തന്നെ ഓയിലിന്റെ സ്മെല്ലടിച്ച് തുമ്മലും മൈഗ്രെയിൻ ഒക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? എന്നാൽ ഇനി മുതൽ നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേ വേണ്ട. ഈ വീഡിയോ വലിയ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യുന്നവർക്കും പിന്നെ പുതുതായി മിക്സിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ള വാട്ടറിന്റെ അളവ് കറക്റ്റ് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കാണണം. ഞാൻ ഇന്ന് 500 ഗ്രാം ഹെന്നയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഇപ്പം നോക്കാം. നമുക്കൊരു ബൗൾ വേണം. അത് സ്റ്റീലോ ഗ്ലാസ്സോ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഹെന്ന പൗഡർ 500 ഗ്രാം. ഞാനിവിടെ ട്രിപ്പിൾ ഫിൽറ്റേർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ 200 ഗ്രാം വേണം. 3 ലെമൺ എടുത്തിട്ടുണ്ട്, അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എസെൻഷ്യൽ ഓയിൽ 150 ml വേണം. ഞാനിവിടെ എടുക്കുന്നത് ടീ ട്രീ ആണ്. പിന്നെ ഒരു സ്പൂണും സ്പാറ്റിലും വേണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കറക്റ്റ് എത്ര ഗ്ലാസ് വെള്ളം എടുക്കുന്നത് എന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ നമുക്ക് മിക്സിങ്ങിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു ബൗളിൽ 3 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഗ്ലാസിന്റെ അളവ് ഞാൻ ലാസ്റ്റ് സ്ക്രീനിൽ എഴുതിയിട്ട് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ 150 ml ഓയിലാണ് ചേർക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ ഏതാണോ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് സ്മെല്ലിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസ് ആണ്. ഡയറക്റ്റ് നമ്മൾ ആ വെള്ളവും ഓയിലുള്ള ആ ഒരു ലിക്വിഡിലേക്കാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം പഞ്ചസാര ആഡ് ചെയ്യുന്നു. പഞ്ചസാര നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഡയറക്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. എത്ര വലിയ പഞ്ചസാരയായാലും ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെന്ന പൗഡർ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ വെള്ളം ചേർത്ത് പിന്നെ ഷുഗർ പൗഡർ എല്ലാം ഇട്ടതിന് ശേഷമാണല്ലോ ഓയിൽ ചേർക്കുന്നത്. ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ലിന്റെ കുറവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് തുമ്മലും തലവേദനയെല്ലാം ഉള്ള ആൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു മിക്സിംഗ് ടെക്നിക്കിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അത്യാവശ്യം ഈസി ആയിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 500 ഗ്രാമിന്റെ മേലെ മിക്സ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒരു സ്റ്റാൻഡ് മിക്സർ സെറ്റാക്കാൻ ശ്രമിക്കണം. സ്റ്റാൻഡ് മിക്സർ പറയാൻ കാരണം നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓണാക്കിയിട്ട് മാറി നിൽക്കാനും പറ്റും. പക്ഷെ കൈ കൊണ്ടോ ബീറ്റർ കൊണ്ടോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് അതിന്റെ മുന്നിൽ തന്നെ നിൽക്കേണ്ടി വരും അല്ലേ? എന്ന് വിചാരിച്ച് ചെറിയ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. ആർക്കായാലും ചെയ്യുമ്പോൾ തുമ്മല് തലവേദന ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലേ, മിക്സിങ്ങിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ട് കുറച്ചായിട്ടാണ് ഒഴിച്ചിട്ട് നോക്കുന്നത്. അതിൻ്റെ ആ ഒരു തിക്നെസ് മാറി വരുന്നവരെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതാ ഇപ്പം കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ കംപ്ലീറ്റ് ഒഴിക്കാനാണ് പോകുന്നത്. വീണ്ടും ഞാൻ 1 ഗ്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, ഹാഫ് ആയിട്ടാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ ഒരു മെത്തേഡിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോവും, പേസ്റ്റ് ലൂസാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. വലിയ ക്വാണ്ടിറ്റി ആണ്, ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യില്ല. പ്രത്യേകം പറയാനുള്ളത്, ഹെന്ന ഏത് രീതിയിൽ മിക്സ് ചെയ്താലും തന്നെ വെൽ വെന്റിലേറ്റഡ് ഏരിയയിൽ നിന്ന് വേണം മിക്സ് ചെയ്യാൻ വേണ്ടി. അഥവാ റൂമിൽ നിന്നെല്ലാം ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഡോസും വിൻഡോസും എല്ലാം ഓപ്പൺ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഫാൻ ഒന്നിലെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 3 ഗ്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ചു. പിന്നെ 1 ഗ്ലാസ് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്. പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ടോട്ടൽ നമ്മൾ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിൽ. ഓരോ ഹെന്ന പൗഡറിനും വെള്ളത്തിന്റെ മെഷർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മൈൻ ഹെന്നയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അളവ് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ആക്കി കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാം. ഇനി ഈ ഒരു ഹെന്ന മിക്സ് നമുക്ക് ഡൈ റിലീസിന് വേണ്ടി വെക്കണം. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര ടൈം ഡൈ റിലീസിന് വെക്കണം എന്നുള്ളത്. ഇതേപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. അതും 500 ഗ്രാം ഹെന്ന ആണെങ്കിൽ 6 to 10 hours മാക്സിമം വെച്ചാൽ മതി. വീണ്ടും ഞാൻ പറയാണ്, ഡൈ റിലീസിങ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെന്ന പൗഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് കാര്യമായിട്ട് ഓർമ്മിക്കണം. ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹെന്ന മിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീ ട്രീ ആണെങ്കിൽ നമുക്ക് 0 സ്മെൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ യൂക്കാലിപ്റ്റസും ലാവൻഡറിലാണെങ്കിൽ നമുക്ക് മാക്സിമം സ്മെൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. വെന്റിലേറ്റഡ് ഏരിയയിൽ നിന്ന് മിക്സ് ചെയ്യാന്ന് പറഞ്ഞ പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്.
മാസ്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ ഡൈ റിലീസായ ഹെന്ന മിക്സിനെ വീണ്ടും സ്റ്റാൻഡ് മിക്സറിൽ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എത്രത്തോളം മിക്സ് ചെയ്തോ അത്രയും സ്മൂത്ത് ആവും, ഗ്യാരണ്ടിയാണ്. നമ്മൾ ഡൈ റിലീസിന് വെക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പേസ്റ്റേ ആയിരിക്കൂല ശേഷമുള്ള ഒരു പേസ്റ്റ്. എന്താന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ലംസ് എല്ലാം കംപ്ലീറ്റ് അബ്സോർബ് ആയി നല്ലൊരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് കിട്ടുന്നത്. ഹെന്ന മിക്സിങ്ങിന്റെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ മൺഡേ ആണ് ഷിപ്പിംഗ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്. നമ്മൾ ഹെന്ന പേസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. ഡൈ റിലീസിന് ശേഷം എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി നിങ്ങളെ പേസ്റ്റ് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഡയറക്റ്റ് അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിന്നിട്ട് തന്നെ നല്ല സ്മൂത്തായി വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പേസ്റ്റിനെ ആസ് യൂഷ്വൽ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. പുതിയതായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയുള്ളത് പറയുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഓണസ്റ്റ് അഭിപ്രായങ്ങൾ അറിയിക്കണം കമന്റിൽ. ഇനി നമുക്ക് സ്ട്രെയിനിങ്ങിനായിട്ട് ഒരു ലോങ് കപ്പ് വേണം. 5 പൈപ്പിംഗ് ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ ഒരു സോക്സ്, അത്യാവശ്യം കട്ടിയുള്ള സോക്സ് തന്നെ ആയാലും നല്ലത്. ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ തിന്നായിട്ടുള്ള ഒരു സോക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പാണ്, വേഗം കീറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സോക്സും നമ്മുടെ ഹെന്ന സ്റ്റോറിലുണ്ട്, വേണ്ടുന്നവർക്ക് വാട്സപ്പ് ചെയ്യാം. അതേപോലെ ഒരു സ്പൂണും സ്പാറ്റുലയും എന്തായാലും വേണം. ഇപ്പൊ സ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പൈപ്പിംഗ് ബാഗ് ഇടാ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പുതിയൊരു പൈപ്പിംഗ് ബാഗ് ആയതുകൊണ്ട് പ്രശ്നമില്ല, ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ഇട്ടുകൊടുത്താലും മതി. ഇനി എല്ലാം യൂസ് ചെയ്തതാണെങ്കിൽ ഇടേണ്ട ടെക്നിക്ക് എങ്ങനെയാന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് എൻ്റെ റീൽസ് ആയിട്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ സോക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോക്സ് ഇട്ട് കൊടുത്ത് സ്ട്രെയിൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ പേസ്റ്റ് ഓൾറെഡി സ്മൂത്തും എല്ലാം തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഈ ഒരു പേസ്റ്റിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സോക്സിലൂടെ അത് സ്ട്രെയിൻ ആയി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. നമുക്ക് അത്രയും നല്ല അടിപൊളി കോൺ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ. പിന്നെ ഈ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് പറഞ്ഞു തന്നത്. അതായത് അലർജി ഉള്ള ആൾക്കാർ എന്നെ മിക്സ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു മിക്സിങ്ങിന്റെ കാര്യത്തിൽ ഡൗട്ട്സോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സജഷൻസ് എന്തായാലും ഒന്ന് അറിയിക്കണം. ഏതെങ്കിലും പർട്ടിക്കുലർ വീഡിയോ ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി. ഈ ഹെന്ന ട്രെയിനിങ് കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല, പക്ഷെ എന്നാലും ചെയ്ത് വരുമ്പോൾ അത് തനിയെ ഈസി ആയി വരും. അതേപോലെ ഇത് ചെയ്യാൻ ഒരാൾ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട. എൻ്റെ ഇപ്പോഴത്തെ ട്രെയിനിങ്ങിന്റെ പാർട്ട്ണർ നമ്മൾ ഐലിനാണ്. മാഷാ അല്ലാഹ്, അതിന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയേണ്ടതില്ല. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിലും മെഹന്തി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ 2 മണി കൃത്യം 2 മണിക്ക് തന്നെ കാണാം. ബൈ ബൈ.